Ours Junction. Stories that stay, voices that matter. Every single day, tune in, feel the connection. Ours Junction. Hi, hello, vanakkam. This is Awas Junction's podcast. Today's episode is Unheard Stories. അപ്പോൾ ഇന്ന് അൺഹേർഡ് സ്റ്റോറീസിൽ നമ്മുടെ കൂടെ കൂടുന്നത് RJ ശ്രീദേവിയാണ്. ചേച്ചി, വെൽക്കം. യെസ് മോളെ, താങ്ക് യു. അപ്പോൾ ചേച്ചിയുടെ സ്റ്റോറി എങ്ങനെയാണ് ഈ ഒരു RJ ഫീൽഡിൽ എത്താനും കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവല്ലോ. അപ്പോൾ ചേച്ചിയുടെ സ്റ്റോറി നമുക്കൊന്ന് കേൾക്കാം. യെസ്, വലിയ സ്റ്റോറി ഒന്നല്ല, വെരി ബ്രീഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിട്ടാണ് ഞാൻ RJ എന്നൊരു ടൈറ്റിൽ എനിക്ക് കിട്ടിയത്. ആക്ച്വലി കല്യാണം കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു ഈ നമ്മുടെ FM-ന്റെ ഒരു ആഡ്, അതായത് RJ ഹണ്ട് എന്ന് പറഞ്ഞൊരു ആഡ് ഞാൻ കാണുന്നുണ്ടായി. സോ ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. എറൗണ്ട് ഒരു 30 പേരോളം ഉണ്ടായിരുന്നു ആ ഒരു വർക്ക്ഷോപ്പിൽ. ആ വർക്ക്ഷോപ്പിൽ ഞാൻ വിൻ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ആ ഒരു RJ ടൈറ്റിൽ കിട്ടിയത്. മൈ റേഡിയോ 90 FM-ലാണ് ഞാൻ വർക്ക് ചെയ്തത്. വെരി ഗുഡ്, എന്താ പറയാ, അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. എല്ലാവർക്കും അറിയുന്ന പോലെ തൃശ്ശൂരത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് FM ആണ്. സോ ഐ വാസ് വെരി ഹാപ്പി. ഓക്കെ, ഈ ഒരു കല്യാണം കഴിഞ്ഞ ഒരു ടൈം പീരീഡിൽ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഈ ഒരു RJ എന്ന ഫീൽഡ് ഇതൊരു പാഷനായിട്ട് മുന്നും കയ്യിലുണ്ടായിരുന്നോ ചേച്ചിയുടെ? യെസ്, ഓഫ് കോഴ്സ്. കല്യാണത്തിന് മുന്നേ ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഇൻഫോസിസിലായിരുന്നു. അറിയാലോ, ഫുൾ ടെക്കി വേൾഡ് ആയിരുന്നു. അവിടുന്ന് കല്യാണം കഴിഞ്ഞ് കുട്ടിയായി എന്ന രീതിയിൽ ഞാൻ വീട്ടിലേക്ക് ഒതുങ്ങി. പിന്നെ എനിക്ക് കുറച്ച് സർജറീസ് ഒക്കെ, ഞാൻ ആക്സിഡന്റ് ഒക്കെ പറ്റി, സർജറീസ് ഒക്കെ പറ്റി, ഞാൻ പ്യുവർ ബെഡ് റിഡൺ ആയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ എൻ്റെ ഉള്ളിൽ ഉള്ളൊരു ആഗ്രഹമാണ്, എനിക്ക് ജീവിതത്തിൽ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു മേഖലയിലേക്ക് എത്താൻ പറ്റുമെന്നൊന്നും ഞാൻ കരുതിയിട്ടേ ഇല്ല. കാരണം ഫുൾ ആലോചിച്ചാൽ മനസ്സിലാവും, ഒരു ബെഡ് റിഡൺ ആയ സ്റ്റേക്ക് ഇനി ലൈഫ് മുന്നിലോട്ടൊന്നും ഇല്ല എന്ന് കരുതിയതാ. പക്ഷെ അവിടെ നിന്നുള്ള എഴുന്നേൽക്കല്, ആക്ച്വലി എനിക്കറിയില്ല, ദൈവത്തിന്റെ അനുഗ്രഹം. ഇങ്ങനെ ഒരു RJയുടെ ഒരു വർക്ക്ഷോപ്പ് വെറുതെ ഇങ്ങനെ FB-യിൽ സ്ക്രോൾ ചെയ്തപ്പോ കാണാനുണ്ടായതാണ്. സുബു ചേട്ടന്റെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന RJ സുബുവിന്റെ ഒരു പരസ്യമായിരുന്നു അത്. ഒരു എന്താ പറയാ, ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് നടത്തുമെന്ന് ഉടനടി ഞാൻ വിളിച്ചു. സോ അവർ പറഞ്ഞു ഭാഗ്യത്തിന് സ്ലോട്ട് അവൈലബിലിറ്റി ഉണ്ട് എന്ന്. സോ ഐ ഗോട്ട് ഇൻ ടു ദാറ്റ്. എന്നിട്ട് ഒരു 2-3 ഡേയ്സിന്റെ വർക്ക്ഷോപ്പ് ആയിരുന്നു. ആ വർക്ക്ഷോപ്പിൽ 30 പേരുടെ മുന്നിൽ ഞാൻ എത്തിയെന്ന് എങ്ങനെയാണ് ചോദിച്ചത്, ഐ ഡോണ്ട് നോ, ഇപ്പോഴും എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ താങ്ക്സ് ടു ഗോഡ്, രക്ഷപ്പെട്ട ഒരുപാട് സന്തോഷം. എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു പാഷൻ എനിക്ക് ചെയ്യാൻ പറ്റി. ഞാൻ മൈ റേഡിയോയിൽ ചെയ്തിരുന്ന പ്രോഗ്രാമും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതായിരുന്നു. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ആയിരുന്നു, നമ്മുടെ സിനിമ റിലേറ്റഡ് ഷോ ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്താ പറയാ, ഒരുപാട് സന്തോഷമായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ കാരണവശാൽ എനിക്ക് RJ ആ ഒരു കരിയറിൽ ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. നൗ ഐ എം എ പ്യുവർ വിസ കൺസൾട്ടന്റ്. വിസയുടെ ഒരു ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഐ എം എ ഫ്രീലാൻസ് വിസ കൺസൾട്ടന്റ്. ഓക്കെ, അപ്പൊ ഈ ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവില്ലേ എന്തായാലും ഈ ഒരു ടൈം പീരീഡിൽ ഒരു RJ ആ ഒരു പാഷനിലോട്ട് എത്താനും അവിടെ നിന്ന് ഇപ്പോ ഫ്രീലാൻസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഈ ചാലഞ്ചസ് ഒക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? ഒന്നും പറയാനില്ല, അത് എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് മുകളിൽ നിന്നൊരു എനർജി വരുമെന്ന് പറയില്ലേ, ആ യൂണിവേഴ്സൽ എനർജി, അതായത് നമ്മളെല്ലാവരും വിളിക്കുന്ന ദൈവം, പല പേരിൽ വിളിക്കുന്ന ദൈവം, അതൊന്നേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു എനർജി എനിക്ക് തന്നതായിരിക്കാം. പിന്നെ എൻ്റെ കൊളീഗ്സ്, മൈ റേഡിയോയിൽ ഉണ്ടായിരുന്ന സുബുചേട്ടൻ, രാമേട്ടൻ, സുജിത്തേട്ടൻ, ഇങ്ങനെ പറയുന്ന ഒരു മൈ റേഡിയോയുടെ ബേസിക് ആയിട്ടുള്ള ആ ഒരു സ്ട്രെങ്ത് ഉണ്ട്. അവർ തന്നെയാണ് എന്താ പറയാ, ഞാനിന്ന് നിവർന്ന് ഒരു RJ എന്ന് പറയാൻ പറ്റുന്ന RJ ശ്രീദേവിയിലേക്ക് എന്നെ നയിച്ചത്. ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും പറയാൻ വിട്ടുപോയ കാര്യങ്ങളുണ്ടോ ഈ ഒരു ജേർണിയില്? ഒരിക്കലും പറയാനാണെങ്കിൽ ഒരുപാടുണ്ടാവും. അത് എന്താ പറയാ, ഒരു ഷോയില് നമുക്ക് തീരില്ല. സോ ഞാൻ എല്ലാം ഐ ജസ്റ്റ് മേഡ് ഇറ്റ് എ ബ്രീഫ്, ഒരു കുഞ്ഞി ബ്രീഫ് നോട്ടായിട്ടാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് എന്റെ സ്റ്റോറി. അപ്പൊ എന്തായാലും ശ്രോതാക്കൾക്ക് ഒരുപാട് താങ്ക്സ് എന്റെ സ്റ്റോറി കേൾക്കാനും. അതിലൂടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രചോദനമാവുകയാണെങ്കിൽ, വീടിന്റെ അകത്ത് അടച്ചിരിക്കല്ല, യു ജസ്റ്റ് കം ഔട്ട്. നമുക്ക് ഒരുപാട് സാധ്യതകൾ പെൺകുട്ടികൾക്ക് മുന്നിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം, നമ്മളത് എക്സ്പ്ലോർ ചെയ്യണം, നമ്മൾ അതനുസരിച്ച് ജീവിക്കണം. ജീവിതം ജീവിക്കാനുള്ളതാണ്, അടച്ചുപൂട്ടിയിരിക്കാനുള്ളതല്ല. ഉറപ്പായിട്ടും. അപ്പോൾ ഇപ്പോ ഒരു ഫ്രീലാൻസർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നത്? ഒരു RJയിൽ നിന്ന് ഫ്രീലാൻസറിൽ പോയി ഒരു ബിസി ലൈഫ് ലീഡ് ചെയ്യാണ്.
ഈ ഹർജയിൽ നിന്ന് ഇതിലേക്ക് പോയാലും ബട്ട് എന്റെ ടൈറ്റിൽ മാറിയിട്ടില്ല. എനിക്ക് നമ്മൾ പറയില്ലേ ഇനീഷ്യൽ കിട്ടിയ പോലെയാണ്. ഞാനിപ്പോ എവിടെ ആയെങ്കിലും ശ്രീദേവി എന്നതിനേക്കാൾ കൂടുതൽ RJ ശ്രീദേവി എന്ന് പറഞ്ഞാലേ എന്നെ അറിയത്തുള്ളൂ. ഈവൻ ഈ വിസ ഫീൽഡ് പോലും ഞാൻ RJ ശ്രീദേവി എന്ന് തന്നെയാണ് എന്റെ പേര് ഉപയോഗിക്കുന്നത്. ദൈവത്തിന് നന്ദി അത് അങ്ങനെ ഒരു ഇത് തന്നത്. കാരണം അതെന്നെ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വെറുതെ ഒരു ശ്രീദേവിയാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നതിനെക്കാട്ടും RJ ശ്രീദേവിയാണെന്ന് പറയുമ്പോൾ പല സ്ഥലത്തും നമുക്കൊരു പ്രയോറിറ്റി കിട്ടുന്നുണ്ട്. പല സ്ഥലത്തും ആ ഒരു നമുക്ക് എന്താ പറയാ ആ ഒരു റെസ്പെക്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു RJ എന്ന് പറയുന്ന ടൈറ്റിൽ അത്രയും പ്രിഷ്യസ് ആണ് അല്ലേ? ഓഫ് കോഴ്സ് വെരി വെരി പ്രഷ്യസ്. ഓക്കെ, താങ്ക് യു ചേച്ചി. അപ്പൊ ഇനിയും ഒരുപാട് അൺഹേർഡ് സ്റ്റോറീസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു ഡിയർ. ബൈ ബൈ. ടേക്ക് കെയർ. ഓക്കെ, താങ്ക് യു. ബൈ. OS Junction, stories that stay, voices that matter every single day. Tune in, feel the connect.